അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈന്തും ബീഫും ഉപയോഗിച്ചുള്ള ഈന്തിൻ പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈന്തിൻ്റെ മരം. ഇതിൻ്റെ ഈ പച്ചക്കായ് പൊളിച്ചിട്ട് അതിനുള്ളത്തെ പരിപ്പ് ഉണക്കിയതാണ് നമ്മളിന്ന് പൊടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈന്ത് നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഉറപ്പാണിത്, നമ്മൾ അടക്കടക്കം പോലെ. ഇത് നമ്മൾ മിക്സി ഗ്രൈൻഡറിലൊന്നും പൊടിയില്ല, നമ്മൾ മില്ലിൽ കൊണ്ടിട്ട് തന്നെ പൊടിക്കണം. ഈന്ത് പൊടിച്ച പൊടി ഒരു 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആ പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കുക. ഇനി തിളച്ച വെള്ളത്തിലേക്ക് ആ ഈന്ത് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ആ വെള്ളത്തിൽ ഇളക്കി കൊടുക്കുക. തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മാവ് ചൂടാറിയതിന് ശേഷം ഇനി കുഴച്ചെടുക്കുക. ഇനി പൊടി കുഴച്ച ഈ രൂപത്തിലായിട്ട് ഇതിൽ ചെറിയൊരു കഷ്ണത്തിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടണം. കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ മാവും ഈ രൂപത്തിലാക്കുക. അപ്പോൾ ഈന്തിൻ്റെ മാവെല്ലാം ഇങ്ങനെ ചെറിയ ബോളുകളാക്കി റൗണ്ടിൽ പരത്തി കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് സെൻറ്ററിലൊന്ന് അമർത്തി ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെമ്പിൽ ആ ഈന്തിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആ ഈന്ത്, ആ ഷേപ്പ് ചെയ്ത ഈന്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ട് ആ പദം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഒരു 3 മിനിറ്റ് ഇങ്ങനെ തിളച്ചതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കുക. ഇനി ഇത് ഈ ബീഫ് കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ആ കറിയിൽ ഇത് മിക്സാക്കുക. അപ്പോൾ അത് നമ്മളെ ഈന്തും പിടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ കറിയിൽ ഒരു 5-10 മിനിറ്റൊക്കെ ഇങ്ങനെ കിടന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഈന്ത് മലഞ്ചരക്ക് കടകളിൽ നിന്ന് കിട്ടും. ഈ കുരുമുളക്, അടക്ക അതൊക്കെ വെക്കുന്ന കടകളിൽ ഈന്ത് ഉണ്ടാവും. അവിടുന്ന് വാങ്ങി പൊടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അതുപോലെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.